വീക്കെൻഡ് ആയതുകൊണ്ട് നാട്ടിൽ വരെ വന്നു. നാട്ടിൽ വരുമ്പോൾ സ്ഥിരമുള്ള ഒരു പ്രോഗ്രാമാണ് വീടിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളത്. ടേസ്റ്റിനെക്കാട്ടി കൂടുതൽ നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ട് റോഡ് സീനൊക്കെ കണ്ട് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം പണിയൊക്കെ കിട്ടി. പണിയെന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല, ചെറിയൊരു പണി. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പൊടിയൊക്കെ അടിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഡറാക്കി റെഡിയാക്കി ഒരു കോർണറിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പണി. ഞാനതെല്ലാം ആൾമോസ്റ്റ് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു. ആൾമോസ്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ തീർന്ന് കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേക്ക് വീണ്ടും വിശപ്പായി. ഞാൻ നേരത്തെ തന്നെ മാങ്ങയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എടുത്ത് പുറത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോഴാണ് മെസ് ഫുഡും ഇവിടുത്തെ ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അറിയുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ബുക്കൊക്കെ വായിച്ച് നൈറ്റ് ആയപ്പോഴേ ഉറങ്ങിപ്പോയി. വീക്കെൻഡ് ആയതുകൊണ്ട് നാട്ടിൽ വരെ വന്നു. നാട്ടിൽ വരുമ്പോൾ സ്ഥിരമുള്ള ഒരു പ്രോഗ്രാമാണ് വീടിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളത്. ടേസ്റ്റിനെക്കാട്ടി കൂടുതൽ നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ട് റോഡ് സീനൊക്കെ കണ്ട് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടും. ഇതെല്ലാം